ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമിനകത്ത് കാര്യമായ അഴിച്ചുപണികൾ ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യമാണ്. ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. എഡേഴ്സൺ, വെവേർട്ടൺ തുടങ്ങിയ ഗോൾ കീപ്പർമാർക്ക് ഇനി അവസരം ലഭിക്കില്ല. പക്ഷേ ആലിസൺ ബക്കർ കുറച്ചു കാലം കൂടി തുടരും എന്നുള്ളത് നേരത്തെ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആലിസനെ കുറച്ചു കാലം കൂടി നിലനിർത്താനാണ് കാർലോ ആഞ്ചലോട്ടി ഉദ്ദേശിക്കുന്നത്. ആലിസൺ അടക്കം ഇപ്പോൾ 8 ഓപ്ഷനുകളാണ് കാർലോ ആഞ്ചലോട്ടിയുടെ മുന്നിൽ ഉള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ ആലിസൺ തന്നെയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഹ്യൂഗോ സൗസ. നമുക്കറിയാം, ബ്രസീലിയൻ ക്ലബ്ബായ കൊറിന്ത്യൻസിന് വേണ്ടി കളിക്കുന്ന താരമാണ് ഹ്യൂഗോ സൗസ. അദ്ദേഹം ഒരു പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. പെനാൽറ്റികൾ തടയുന്നതിൽ നല്ല മികവ് പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. നേരത്തെ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി ഇദ്ദേഹം കളിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിന് പിഴക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് അവസരങ്ങൾ ഒന്നും ലഭിച്ചിരുന്നില്ല. പക്ഷേ ആ ഒരൊറ്റ മത്സരം കൊണ്ട് സൗസയെ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. നല്ല ഭാവിയുള്ള ഒരു ഗോൾ കീപ്പർ തന്നെയാണ് അദ്ദേഹം. മറ്റൊരു ഗോൾ കീപ്പർ ഗബ്രിയേൽ ബ്രസാവോയാണ്. നമുക്കറിയാം, നെയ്മറുടെ ക്ലബ്ബായ സാന്റോസിന് വേണ്ടി കളിക്കുന്ന യുവ ഗോൾ കീപ്പറാണ് ഗബ്രിയേൽ ബ്രസാവോ. നല്ല ഭാവിയുള്ള ഒരു താരമാണ് ഇദ്ദേഹം. കാർലോ ആഞ്ചലോട്ടിക്ക് മുന്നിലുള്ള ഒരു ഓപ്ഷനാണ് അദ്ദേഹം. മറ്റൊരു ഗോൾ കീപ്പർ കാർലോസ് മിഗേൽ, അതായത് പാൽമറാസിന് വേണ്ടി കളിക്കുന്ന ഗോൾ കീപ്പറാണ് കാർലോസ് മിഗേൽ. ഇനി ലിയോൻ അന്നേറ്റി മറ്റൊരു ഓപ്ഷനാണ്. അതായത് ഫ്ലമംഗോയുടെ അണ്ടർ 20 ടീമിന് വേണ്ടി കളിക്കുന്ന ഗോൾ കീപ്പറാണ് ലിയോൻ അന്നേറ്റി. നമുക്കറിയാം, ബ്രസീലിന്റെ അണ്ടർ ഏജ് ടീമുകളുടെ ഭാഗമാണ് ഇദ്ദേഹം. മാത്രമല്ല, വേൾഡ് കപ്പിൽ ബ്രസീലിന്റെ സ്ക്വാഡിനോടൊപ്പം ട്രെയിനിങ് നടത്താൻ വേണ്ടി ലിയോൻ അന്നേറ്റി ഉണ്ടായിരുന്നു. വലിയൊരു ഫ്യൂച്ചർ കൽപ്പിക്കപ്പെടുന്ന ഗോൾ കീപ്പറാണ് ലിയോൻ അന്നേറ്റി. ഇനി ലൂയിസ് ജൂനിയർ മറ്റൊരു ഓപ്ഷനാണ്. സ്പാനിഷ് ക്ലബ്ബായ വിയ്യാറയലിന് വേണ്ടി കളിക്കുന്ന ഗോൾ കീപ്പറാണ് ലൂയിസ് ജൂനിയർ. തീർച്ചയായും കാർലോ ആഞ്ചലോട്ടി പരിഗണിക്കുന്ന ഓപ്ഷനുകളിൽ ഒന്ന് ലൂയിസ് ജൂനിയർ ആയിരിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റൊരു ഗോൾ കീപ്പർ ലുക്കാസ് പെറിയാണ്. നമുക്കറിയാം, നേരത്തെ ബ്രസീലിന്റെ ഭാഗമായ വ്യക്തിയാണ് ലുക്കാസ് പെറി. അണ്ടർ ഏജ് ടീമുകൾക്ക് വേണ്ടി അദ്ദേഹം ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ലീഡ്സ് യുണൈറ്റഡിന്റെ ഗോൾ കീപ്പറാണ് ലുക്കാസ് പെറി. ഇനി മറ്റൊരു ഗോൾ കീപ്പർ കൗ സാന്റോസ് ആണ്. ബ്രസീലിൽ തന്നെയുള്ള യുവ ഗോൾ കീപ്പറാണ് കൗ സാന്റോസ്. ഇങ്ങനെ 8 ഓപ്ഷനുകളാണ് ഇപ്പോൾ പ്രധാനമായും കാർലോ ആഞ്ചലോട്ടിയുടെ മുന്നിൽ ഉള്ളത്. ഇതിൽ ഏതൊക്കെ 3 താരങ്ങളെയാണ് കാർലോ ആഞ്ചലോട്ടി പരിഗണിക്കുക എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം വീണ്ടും കാണാം.